കോൺഗ്രസ് കേരള കോൺഗ്രസ് ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകൾ അല്പസമയത്തിനകം കൊച്ചിയിൽ തുടങ്ങും. 2 സീറ്റ് വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ചർച്ചയിൽ ഉന്നയിക്കും. എന്നാൽ അധിക സീറ്റ് നൽകാനാവില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ 26-ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് സംബന്ധിച്ച ധാരണയിൽ എത്താൻ ഇരു കക്ഷികൾക്കും സാധിച്ചിരുന്നില്ല. ആസിഫ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ആസിഫ്, പാർട്ടിക്ക് ലഭിക്കുന്ന ഞാൻ ചർച്ചയ്ക്ക് ശേഷം നിങ്ങളെ കാണാം. വരട്ടത് കഴിഞ്ഞിട്ട് പറയാം. ആസിഫ് മുഹമ്മദ് കൊച്ചിയിൽ നിന്ന്. ആസിഫ്, ഈ പാർട്ടിക്ക് ലഭിക്കുന്ന ഏക സീറ്റായിരിക്കും അതിൽ മാണി കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെയാകും മത്സരിക്കുക എന്ന സാഹചര്യം നിലനിൽക്കുകയാണല്ലോ ജോസഫ് തന്റെ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് പ്രശ്നം പരിഹരിക്കപ്പെടുക? അരുൺ, ഇന്ന് രാവിലെ ജോസഫിന്റെ പ്രതികരണത്തോടുകൂടി പ്രശ്നം കൂടുതൽ സങ്കീർണമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ജോസഫ് വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഗതി, പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കാനുള്ള താല്പര്യം ജോസഫ് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ജോസഫ് ചൂണ്ടിക്കാണിച്ചത് 3 സീറ്റിൽ ഏതാണെങ്കിലും മത്സരിക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ 2 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള സൂചന നൽകുന്നു. കോട്ടയത്തിന് പുറമെ 2 സീറ്റുകൾ ഏതെങ്കിലും 2 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചത്. അതിൽ ഏതെങ്കിലും ഒന്ന് നൽകണമെന്ന്. അതിൽ ഒന്ന് ഇടുക്കിയും മറ്റൊന്ന് ചാലക്കുടിയുമാണ്. അങ്ങനെ ഇടുക്കി, കോട്ടയം, ചാലക്കുടി ഇതിൽ ഏത് സീറ്റാണ് ലഭിക്കുന്നതെങ്കിലും താൻ മത്സരിക്കും എന്നൊരു കാര്യമാണ് രാവിലെ തന്നെ ഇപ്പോൾ ജോസഫ് വ്യക്തമാക്കുകയും ചെയ്തത്. കെ എം മാണി ആവട്ടെ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും മത്സരിക്കാനുള്ള തന്റെ നീക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു നിലപാട് തന്നെ ഇപ്പോൾ രാവിലെ തന്നെ ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല അതോടൊപ്പം ഏത് സീറ്റാണെങ്കിലും താൻ മത്സരിക്കും. ഏതായാലും കോട്ടയത്തിന് പുറമെ ചാലക്കുടിയിലും ഇടുക്കിയിലുമാണ് കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏത് സീറ്റാണെങ്കിലും താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന ഒരു നിലപാട് തന്നെയാണ് ജോസഫ് രാവിലെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇനിയും ഒരു സീറ്റ് അധികമായി വിട്ടു നൽകുക എന്ന കാര്യത്തിൽ ആലോചിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ കോട്ടയം സീറ്റ്, കേരള കോൺഗ്രസിന് നിലവിൽ നൽകുന്ന കോട്ടയം സീറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയ നീക്കങ്ങൾ മാത്രം നടത്തുക എന്നത് മാത്രമാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്ക് തങ്ങൾക്ക് വഴങ്ങാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അരുൺ ചോദിച്ചതുപോലെ ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ ജോസഫിന് അനുകൂലമായി ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയ നീക്കം നടത്താനുള്ള ഒരു ശ്രമമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അധിക സീറ്റ് നൽകിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് കോൺഗ്രസ് വഴങ്ങുകയില്ല. അതിന് കഴിയുന്ന സാഹചര്യമില്ല എന്ന് കോൺഗ്രസ് തന്നെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അധിക സീറ്റ് നൽകുകയാണെങ്കിൽ മുന്നണിയിൽ അടുത്ത പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇത് നേരത്തെ തന്നെ ലീഗ് അത് വ്യക്തമാക്കുകയും ചെയ്തു. ഏതെങ്കിലും ഘടകകക്ഷികൾക്ക് അധിക സീറ്റ് നൽകിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ 3ാം സീറ്റ് എന്നുള്ള തങ്ങളുടെ ആവശ്യം അതിൽ തങ്ങൾ ഉറച്ചു നിൽക്കും. ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്നൊരു നിലപാട് ഇത്തരത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗും വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം ഇനി ഒരു ഒത്തുതീർപ്പിന് സാധ്യത എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന, നിലവിൽ കേരള കോൺഗ്രസിന് നൽകുന്ന സീറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ചർച്ചയ്ക്കായി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ സജീവമായ ചർച്ചയിലേക്ക് ഏതായാലും ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്നൊരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം എടുത്തിരിക്കുന്നത്. ഏതായാലും ചർച്ച രമേശ് ചെന്നിത്തല കൂടി എത്തിയോണ്ട് ഇനിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ ബെന്നി ബെഹനാനും അല്പസമയത്തിന് കൂടി ചർച്ചയ്ക്ക് എത്തും. അങ്ങനെ അല്പസമയത്തിനകം തന്നെ ചർച്ച ഏതായാലും ആരംഭിക്കും. അപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, കേരള കോൺഗ്രസിന് ഇപ്പോൾ നിലവിലുള്ള കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണ, ഇതൊരു കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമായി മാത്രം കണ്ടുകൊണ്ടുള്ള അത് പരിഹരിക്കാൻ ആവശ്യമുള്ള ശ്രമമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതിനാവശ്യമായുള്ള നിലപാടായിരിക്കും ഉണ്ടാവുക. ജോസഫിന് അനുകൂലമായ ഒരു നിലപാടായിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ രാജ്യസഭാ സീറ്റ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിക്കുള്ള കാര്യം മറ്റു വിവരങ്ങളിലേക്ക് കൂടി വരുന്ന മണിക്കൂറുകളിൽ പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കുമെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. ചർച്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാം എന്നായിരുന്നു കെ എം മാണിയുടെ പ്രതികരണം.